നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. ചില്ലി ചിക്കൻ അതിന് വേണ്ടിയുള്ള ഒരു 600 ഗ്രാമോളം എല്ലില്ലാത്ത കഷ്ണമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ചേരുവകൾ ഞാൻ കാണിക്കും. ഇതിൻ്റെ ചേരുവകളാണ് സബോള നമ്മൾ ചതുരം പോലെ അരിഞ്ഞ് വേണം, ഇങ്ങനെ വേണം വലുതായിട്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ പച്ചമുളക് ഒരു 3 പച്ചമുളക് കഷ്ടിച്ച് മതി. ഇത് വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, ഇതാണ് ഇതിൻ്റെ ചേരുവ. ഇനി നമുക്ക് ചിക്കൻ ഒരു മുട്ട അടിച്ചിട്ട് അത് റെഡിയാക്കണം, അത് കാണിക്കും. അതിന് ആവശ്യമായ ഉപ്പ് നമ്മളിട്ട് ഒന്ന് അടിക്കുക. ഇതിനകത്ത് നമ്മൾ കുരുമുളക് പൊടി ചേർക്കും. ഇതിനകത്ത് കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് മുട്ട അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി കോൺഫ്ലവർ, ഇതിനകത്ത് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഇടുകയാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ ഇറച്ചി ഇട്ടിട്ട് ഇളക്കുന്നു. ഇപ്പോൾ ഇറച്ചിയിലെല്ലാം ഭാഗത്തും അതിൻ്റെ കുരുമുളകും മുട്ടയുടെ എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പം ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ളതിന് നമ്മൾ ഈ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിൽ മറക്കണം, വെളിച്ചെണ്ണയിൽ ചെയ്യലും സൺഫ്ലവർ ഓയിലിൽ ചെയ്യാവുള്ളൂ. ഈ ചിക്കൻ വറുത്ത എണ്ണയിൽ ഒരു 2 സ്പൂൺ എടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കുക. അടുത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് നമ്മൾ ആദ്യം ഇഞ്ചി ഇടുക, വെളുത്തുള്ളി, പച്ചമുളക്, സബോള ചേർക്കണം. സബോള ലേശം ഉപ്പിടണം. അടുത്ത ലാസ്റ്റ് ക്യാപ്സിക്കം. സബോള വാടിയിരിക്കുകയാണ്. സബോളയും ക്യാപ്സിക്കം വാടിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വറുത്ത് വെച്ച് ചിക്കൻ എടുക്കും. ചില്ലി സോസ് ചേർക്കണേ. ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ലേശം സോയാബീൻ സോസ്,
നമ്മുടെ എല്ലാം റെഡിയായി ചേരുവകളെല്ലാം ചേർത്ത് ചില്ലി ചിക്കൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പുറത്ത് മല്ലിയില ഓഫ് ചെയ്യാം.